ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുത്തതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നതിന് ഞാൻ 1 കപ്പ് നേർമിച്ച വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ 1 കപ്പ് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നല്ല ചൂടുവെള്ളമാണ്, ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏതാണ്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മാവ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. നമുക്ക് നല്ലപോലെ ഇത് ഇളക്കിയെടുക്കണം. മാവ് തണുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല ഇടിയപ്പത്തിൻ്റെയൊക്കെ പരുവമായി നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുക്കാം. നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി തൂവിയിട്ട് ഈ മാവ് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഞാൻ ഇങ്ങനെ ഓരോന്നും എടുത്തിരിക്കുകയാണ്. ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതെല്ലാം നമ്മൾ ചെറുതായിട്ട് ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഓരോന്നായിട്ട് നമ്മൾ ആ ബോൾസ് എടുത്തിരിക്കുകയാണ്. നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേകാനായിട്ട് വെക്കാം. നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം. നോക്കിയാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് നമ്മളൊന്ന് വിളയിച്ചെടുക്കുന്നതാണ്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഫുൾ ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഒരു 3/4 കപ്പ് ശർക്കരപ്പാനി, നല്ല കൊഴുത്ത ശർക്കരപ്പാനി ആയിരിക്കണം, ലൂസായിരിക്കരുത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ നെയ്യുമായിട്ട് ഈ ശർക്കരപ്പാനി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം നല്ല കുറച്ച് വെച്ച് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തേങ്ങ ഒന്ന് വെള്ളമയമൊക്കെ വറ്റുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഇടാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഈവനിങ് സ്നാക്കാണിത്. ശർക്കരപ്പാനിയൊക്കെ ഒന്നുകൂടെ വറ്റിയിട്ടുണ്ട്. തേങ്ങയൊന്ന് നന്നായിട്ട് അതിൽ കിടന്ന് പാകത്തിന് വെള്ളമയമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുത്തിരുന്ന ആ ചെറിയ ബോൾസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും തേങ്ങയും ശർക്കരയും ഒക്കെ വരത്തക്ക വിധത്തിൽ ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. കുറിയ പാൽ, 1-ാം പാൽ, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ഒന്ന് തിളച്ചതും കൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം തേങ്ങാപ്പീര എല്ലാം ഇതിനകത്തുള്ളതാണ്. കുറേ കൂടി ഒന്ന് കുറിയാൽ നല്ല രുചിയായിരിക്കും. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ആറിക്കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല കുറുകി നല്ല രുചിയായിരിക്കും കഴിക്കാനായിട്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. നാളെ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.